ഏതായാലും വലിയ അപകടമാണ് ഇപ്പോൾ ഒഴിവായത്. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നിരിക്കുന്നു. ഈ മുകളിൽ നമ്മൾ നേരത്തെ കണ്ട ആ കുന്ന്, അതായത് ആ മണ്ണ് പൂർണ്ണമായും നമ്മളെല്ലാവരും നിൽക്കുന്ന ആ സമയത്താണ് പൂർണ്ണമായും വലിയ ശബ്ദത്തിൽ താഴേക്ക് പൊട്ടി വീണ് പതിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ആ സമയത്തുണ്ടായിരുന്നു. നമ്മുടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. പലരുടെയും അത്ഭുതകരമായാണ് പലരും രക്ഷപ്പെട്ടത്. ദേഹത്തേക്ക് മണ്ണ് വന്നു വീഴുന്ന ഘട്ടമായിരുന്നു. നമ്മുടെ ചില മാധ്യമപ്രവർത്തകർ പൂർണ്ണമായും ചളിയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഓടിയതിനാൽ മാത്രമാണ് കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് അവിടെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായത്. അവിടെ കൂടിയ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ, അവിടെ ജംഷീർ ഉൾപ്പെടെ തലനാരിഴക്കാണ് വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായതെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ജംഷീർ, ഈ അപകട സ്ഥലത്ത് നിന്ന് ആളുകളെ കൂടുതൽ ദൂരത്തേക്ക് മാറ്റുകയാണോ അവർ? മാറ്റി ഇപ്പോൾ ആളുകളെ പൂർണ്ണമായും ഇതിന്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായും ദൂരത്തേക്ക് എല്ലാവരെയും മാറ്റിയിരിക്കുകയാണ്. പോലീസും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും മാറ്റി. ഇനി ഒരിക്കലും അവിടെ സുരക്ഷിതമല്ല. കാരണം ആ രീതിയിൽ, അതായത് എല്ലാം നിമിഷ നേരങ്ങൾക്കുണ്ടായിരുന്നു മണ്ണ് ഒലിച്ചെത്തിയത്. അത്രയും വലിയ രീതിയിൽ മണ്ണ് ഒഴുകി വരുന്നൊരു സാഹചര്യം. പോലീസ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള അവരുടെ ദേഹത്തേക്കുൾപ്പെടെ ചളി തെറിക്കുന്നത് എല്ലാവരും പെട്ടെന്ന് ഓടുകയായിരുന്നു. നമുക്ക് പല ദൃശ്യങ്ങളും, അവിടെ ഒരു വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനം, അതിനകത്ത് ഒരു ബൈക്ക് ആ മണ്ണിന് അടിയിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പിന്നീട് നാട്ടുകാർ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മാത്രമാണ് അവിടെയുള്ളത്. നേരത്തെ നമ്മൾ കണ്ട ആ പ്രദേശം ഇപ്പോൾ പൂർണ്ണമായും മണ്ണിലടിയിലായിരിക്കുന്നു. അതായത് അവിടെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു. ആ ഷീറ്റെല്ലാം തകർത്തുകൊണ്ട് മുകളിലുള്ള എല്ലാ മരങ്ങളും താഴേക്ക് പതിച്ചു. നേരെ ചെന്ന് പതിച്ചത് ഇവിടെ കടലുണ്ടി പുഴയിലേക്കാണ്. മാത്രമല്ല ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റുകളിലൂടെ ഉൾപ്പെടെ മരം വീണ് ഇപ്പോൾ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ താഴേക്ക് പതിച്ചിരിക്കുന്നുണ്ട്. അതിൽ വൈദ്യുതി ഉണ്ട് എന്നുള്ളതാണ്. അത് വൈദ്യുതി കട്ട് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു അപകടമാണ് ഉണ്ടായത്. മാത്രമല്ല ഇവിടെ ഇതിനോട് ചേർന്നൊരു നിരവധി മരങ്ങളുണ്ട്. അപ്പോൾ ആ മരത്തിലേക്കാണ് വന്നത്. നമ്മളൊക്കെ അവിടെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയ ഒരു അപകടം, എത്തിക്കുന്ന അപകടമാണ് നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചത്. പക്ഷേ ആർക്കും പരിക്കില്ല. ചെറിയ തോതിൽ ചില ആളുകൾക്ക് ദേഹത്തേക്ക് ചെളി വന്നിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നോക്കുന്നുണ്ട്. കാരണം നമ്മൾ വന്ന സമയത്ത് ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ ആളുകൾ ഉണ്ടായിരുന്നു. അത് ആരെങ്കിലും അതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എല്ലാവരെയും മാറ്റുകയാണ്. ഇനി ഒരു കാരണവശാലും ആ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അത് സുരക്ഷിതത്വം മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായും ആണ് ഈ മണ്ണ് താഴേക്ക് പതിച്ചത്. ആരെങ്കിലും നമ്മുടെ ഇപ്പം പോലീസ് പരിശോധിക്കുന്നത് ഈ പ്രദേശത്ത് കൂടെ വന്ന ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. കാരണം ഓടാൻ സമയമില്ല. ആ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ജംഷീറിലേക്ക് വരാം. ഇപ്പോൾ റിൻഷ, നഗരസഭാ ചെയർപേഴ്സൺ, ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. റിൻഷ, ഈ അപകട സ്ഥലത്തുണ്ടോ? ഇപ്പോൾ എന്താണ് സ്ഥിതിഗതികൾ എന്നാണ് മനസ്സിലാകുന്നത്? ഞാൻ ഇവിടെ തന്നെയുണ്ട്, പാണക്കാട് ഉണ്ട്. ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. വണ്ടി ബ്ലോക്കാണ്, അതുകൊണ്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.